സച്ചിൻ വള്ളിക്കാടാണ് അവിടെ നിന്നും ചേരുന്നത്. സച്ചിൻ, പൂരനഗരി തീർച്ചയായും മുണ്ടത്തിക്കോടിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ വിഷമങ്ങളൊക്കെ ഉള്ളിലൊതുക്കിയാണെങ്കിൽ പോലും ആ പൂരം നഗരി നമുക്ക് കാണാം. ജനസഹസ്രങ്ങളായി അവിടെ നിറഞ്ഞിരിക്കുകയാണ്. മറ്റ് ഈ കുടമാറ്റമൊക്കെ 15 മിനിറ്റിലേക്ക് ചുരുക്കിയെങ്കിലും ഈ പറയുന്നത് പോലെ വെടിക്കെട്ട് ഒഴിവാക്കിയെങ്കിൽ പോലും മറ്റുള്ളവയെല്ലാം അതിൻ്റെ ആചാര പെരുമയിൽ തന്നെ അവിടെ കൊണ്ടാടുന്നുണ്ട്. ഗജവീരന്മാർ അണിനിരക്കുന്നുണ്ട്. തെച്ചിക്കോട്ട് കാവ് രാമചന്ദ്രനെ എല്ലാവരും കണ്ടതേ ഉള്ളൂ. എന്തൊക്കെയാണ് പൂരവിശേഷങ്ങൾ? ആളുകളോട് ചടങ്ങുകളടക്കം വിവരിക്കും. തീർച്ചയായും വലിയ ആവേശത്തിൽ തന്നെയാണ് തൃശ്ശൂരുള്ളത്. അല്പസമയത്തിനുള്ളിൽ തന്നെ അതായത് മടത്തിൽ വരവിൻ്റെ പഞ്ചവാദ്യങ്ങളെല്ലാം ആരംഭിക്കും. വലിയ ആവേശത്തോടുകൂടെ ഇന്ന് രാവിലെ ഘടകക്ഷേത്രങ്ങളിൽ നിന്നുള്ള വരവെല്ലാം വടക്കുംനാഥനിലേക്ക് എത്തിച്ചേർന്നിരുന്നു. കൂടാതെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ശ്യാംലി സൂചിപ്പിച്ചതുപോലെ തന്നെ ചെമ്പുക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റിക്കൊണ്ട് കേരളത്തിലെ ആനപ്രേമികളുടെയൊക്കെ സ്വന്തം രാമനായ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എത്തിയിരുന്നു. അത്തരത്തിൽ വലിയ ഒരു ആവേശത്തോടു കൂടെ തന്നെയാണ് തൃശ്ശൂർ നഗരം പോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം മുണ്ടത്തിക്കോട് ദുരന്തമടക്കമുള്ള വലിയൊരു പശ്ചാത്തലം കൂടിയുണ്ട്. ചേച്ചി, വലിയൊരു സന്തോഷത്തിൽ തന്നെയാണോ? അതെയാണ്. അതെ, നമ്മുടെ പാറമേക്കാവിൽ വിശിഷ്ട അതിഥിയുണ്ട്. അതെയാ, കളങ്ങളൊക്കെ ആസ്വദിക്കാൻ എങ്ങനെയുണ്ട് പൂരം? അടിപൊളി, സൂപ്പർ. വലിയ ആവേശത്തിൽ തന്നെയാണ് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരെല്ലാം എത്തിച്ചേർന്ന് കൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആവേശം തന്നെയാണ്. അടിപൊളി. തവണ ഒരു ദുഃഖത്തിൽ കൂടിയാണ്. ആ ദുഃഖത്തിൽ കൂടിയാണ് പൂരം അങ്ങനെ കഴിഞ്ഞു പോകണം. വലിയൊരു ദുഃഖമാണ് ഇത്തവണത്തെ പൂരത്തിന് ഉള്ളത്. ഭയങ്കര വിഷമമുണ്ട്. പൂരം ഈ കുടമാറ്റൊക്കെ കുറച്ച് നേരമായ കാരണം ഭയങ്കര വിഷമമുണ്ട്. പക്ഷേ പൂരം കാണാൻ ആൾക്കാരുണ്ടാവും. പൂരമാണല്ലോ അവിടുത്തെ ഏറ്റവും വലിയ വിഷയം. ചൂടാണ്. ചൂട് കണ്ടില്ലേ, വേർത്ത് വലിച്ചു നിൽക്കല്ലേ, അതൊന്നും വിഷയമല്ല. നമുക്ക് പൂരമാണ് ഏറ്റവും. ഇവിടെ തൃക്കടവൂർ ശിവരാജൊക്കെ വരുന്നു. ശിവരാജുവിന് നല്ല ഭംഗിയുള്ളൊരു ആനയല്ലേ, അതിനെ കാണാനും ആൾക്കാരുണ്ടാവും. ആദ്യമായിട്ടാണ് തൃക്കടവൂര് തൃശ്ശൂർ പൂരത്തിന്. സന്തോഷം തന്നെ, വലിയ വലിയ സന്തോഷം. ശ്യാംലി, അത്തരത്തിലൊരു സന്തോഷത്തോടു കൂടി തന്നെയാണ് പൂരത്തിന് തൃശ്ശൂരുകാർ വരവേറ്റിട്ടുള്ളത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. കാരണം പ്രധാനമായും ചൂട്, വലിയ രീതിയിലുള്ള ശക്തമായ ചൂട് തന്നെയാണ് തൃശ്ശൂർ അടക്കമുള്ള കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഉള്ളത്. അതിനാൽ തന്നെ ഈ പൂരനഗരിയിൽ കാറ്റൊക്കെ വിശറിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള കടുത്ത ചൂടാണ്. പൂരത്തിൻ്റെ ഒരു ആവേശം എങ്ങനെയുണ്ട്? പൂരത്തിൻ്റെ ആവേശം വളരെ ഭംഗിയായ രീതിയിൽ, നല്ല ആവേശപ്പെട്ട രീതിയിലാണ് പൂരം നടന്നുകൊണ്ടിരിക്കുന്നത്. പൊതുവിലും കാലാവസ്ഥ നമുക്ക് ഒരു അനുകൂലമല്ലാത്തത് കൊണ്ടുള്ള ചൂടിൻ്റെ, പിന്നെ പൂരച്ചൂടായതുകൊണ്ട് നമ്മൾ ആ രീതിക്ക് ഒരു ഭംഗിയായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നു. വലിയൊരു ദുഃഖം കൂടെയുണ്ട്. പിന്നെ തീർച്ചയായിട്ടും നമുക്ക് വളരെ വേദനാജനകമായൊരു കാര്യമാണ് സംഭവിച്ചത്. അതിന് വളരെ ഭംഗിയായ രീതിയിൽ സഹകരിക്കേണ്ട ആളുകൾ അവർ നമ്മെ വിട്ടുപോയതിൽ വളരെയധികം വേദനയുണ്ട്. എങ്കിലും പൂരത്തിൻ്റേതായ ആ ഒരു ഭംഗി നഷ്ടപ്പെടാത്ത രീതിയിൽ ദുഃഖത്തിൽ അലിഞ്ഞുകൊണ്ട് പൂരാഘോഷം. തീർച്ചയായിട്ടും ദുഃഖത്തിൽ അലിഞ്ഞുകൊണ്ട് നമ്മൾ വളരെ വേദനയോടുകൂടി തന്നെയാണ് ഈ പ്രാവശ്യം പൂരം നമ്മൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും നമ്മൾ പൂരം കൂടാറുണ്ട്. ആ ഒരു സന്തോഷം ഈ പൂരത്തിനില്ല എന്നുള്ളതാണ് ഒരു. തൃശ്ശൂർ തന്നെയാണോ? തൃശ്ശൂരല്ല, എൻ്റെ വീട് തൊടുപുഴയാണ്. അപ്പോൾ എല്ലാ വർഷവും വരാറുണ്ട്. പൂരത്തിൻ്റെ ആ ദിവസം നമ്മൾ എന്ത് ഇതാണെങ്കിലും ലീവ് എടുത്ത് നമ്മൾ വരാറുണ്ട്. നമ്മുടെ കൂട്ടുകാരുണ്ട്, അവർ പുറത്തുള്ളതാണ്. അവർ ലീവ് എടുത്ത് പൂരം കൂടുവാനായിട്ട് തന്നെ വന്നിട്ടുള്ളതാണ്. അത്തരത്തിൽ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും തന്നെ തൃശ്ശൂർ പൂരത്തിന് ആളുകൾ ഒഴുകിയെത്താറുണ്ട്. ലോകം കാത്തിരുന്ന കുടമാറ്റം അടക്കമുള്ള ചടങ്ങുകളെല്ലാം 15 മിനിറ്റ് മാത്രമാണ് ഇത്തവണയുള്ളൂ. എന്തായാലും ഘടകക്ഷേത്രങ്ങളുടെ പൂരങ്ങളെല്ലാം രാവിലെയോടുകൂടെ വടക്കുംനാഥൻ്റെ മണ്ണിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ആദ്യം കണിമംഗല ശാസ്താവാണ് എത്തിയത്. പിന്നാലെ തന്നെ 7 ഘടകക്ഷേത്രങ്ങളിൽ നിന്നും ചെമ്പുക്കാവ്, അയ്യന്തോള്, നെയ്തലക്കാവ് തുടങ്ങി 7 ഘടകക്ഷേത്രങ്ങളിൽ നിന്നും ചെറുപൂരങ്ങളെല്ലാം എത്തിച്ചേർന്നു. ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടെയുള്ള മേളപ്പെരുക്കങ്ങളുടെ അകമ്പടിയായിട്ടുള്ള മടത്തിൽ വരവും അതിനുശേഷം പാറമേക്കാവിൻ്റെ ഇലഞ്ഞിത്തറ മേളത്തിനും തുടക്കമാവും. അതിനു മുന്നോടിയായാണ് പാറമേക്കാവിൻ്റെ ചമ്പടമേളവും പാണ്ടിമേളവും എല്ലാം കൊട്ടിയിറങ്ങുന്നത്. എന്തായാലും തൃശ്ശൂരുകാർ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് തന്നെ പൂരം ആഘോഷിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അതിനു മുന്നോടിയായി കടുത്ത ചൂടായതിനാൽ തന്നെ ആനയ്ക്ക് വേണ്ടി ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആനകൾ, അതായത് പാറമേക്കാവ് ക്ഷേത്രത്തിൻ്റെ അടുത്ത്
15ഓളം ആനകൾ പുറത്തേക്ക് ചമ്പടമേളത്തിനായി പുറത്തേക്ക് ഇറങ്ങും. അതിന് മുന്നോടിയായി തന്നെ ആനകൾക്ക് നിൽക്കാൻ വേണ്ടിയുള്ള ഭാഗത്ത് വെള്ളം നനക്കുന്ന ഒരു കാഴ്ചയാണ് ദൃശ്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാവിധ ഒരുക്കങ്ങളും, അതായത് നിരവധി ആംബുലൻസുകൾ അടക്കം സജ്ജീകരിച്ചിട്ടുണ്ട്. കാരണം കടുത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. എന്നാൽ പോലും പൂരച്ചൂട് മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് തൃശ്ശൂരിൽ നിന്നും കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇന്നലെ എറണാകുളം ശിവകുമാർ പൂര വിളംബരമായി തെക്കേ ഗോപുര നട തുറന്നിരുന്നു. വലിയ ആവേശത്തോടു കൂടിയായിരുന്നു തെക്കേ ഗോപുര നട തുറക്കുന്നത് കാണാൻ വേണ്ടി തൃശ്ശൂരുകാരെല്ലാം ഒഴുകിയെത്തിയത്, പൂരപ്രേമികളെല്ലാം ഒഴുകിയെത്തിയത്. എന്തായാലും വലിയ ഒരു ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് തന്നെ പൂരം കളർഫുള്ളാക്കാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ് തൃശ്ശൂരുകാരുള്ളത്. അത് ഇന്ന് രാവിലെ മുതൽ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിരുന്നു. വലിയ രീതിയിലുള്ള പൂരപ്രേമികളുടെ ഒരു ഒഴുക്ക് തൃശ്ശൂരിലേക്ക് എത്തിയിട്ടുണ്ട്. ശാന്തി.